ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷാണ്. ഈ കള്ള മുരാരി ഉണ്ടല്ല, രാജൻ ബാബു, അവൻ ആ പെൺകുട്ടിയുടെ അടുത്തും അമ്മയുടെ അടുത്തും പറയുകയാണ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ബാധ കയറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു റൂമിലിരുത്തി പൂജ ചെയ്താലേ ആ ബാധ മാറുകയുള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അവൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. അങ്ങനെ അമ്മയെ പുറത്തിരുത്തിയിട്ട് ഈ പെൺകുട്ടിയെയും കൂട്ടി പുള്ളിക്കാരൻ ബെഡ്റൂമിലേക്ക് പോയി. ഈ ജ്യോതിശാലത്തിൽ പുള്ളിക്കാരൻ ബെഡ്റൂമൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. അകത്ത് കൊണ്ടുപോയാലേ അവനെ പൂജ നടക്കുകയുള്ളൂ. എന്നിട്ട് ഈ കള്ള നാറി മുരാരി ഉണ്ടല്ല, ആ മോളോട് പറയുകയാണ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അഴിച്ച് മാറ്റാം, എങ്കിലേ അവന് പൂജ നടക്കുകയുള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ വീട്ടുകാരെയൊക്കെ പിടിച്ച് ഇവിടെ നടത്തിയിട്ട് അവരെയൊക്കെ തുണി മൊത്തം അഴിച്ച് മാറ്റി പൂജ ചെയ്തോ, അതാകുമ്പോൾ പൊളിയായിരിക്കും. എന്നിട്ട് ആ പൂജ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയയൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നല്ല പൈസയും കിട്ടും. നിങ്ങളെ കുടുംബത്തിന് അങ്ങനെ ജീവിച്ച് പോവാമല്ലോ. ഈ കള്ളപ്പട്ടി പൂജാരി മോളെടുത്ത് തുണി അഴിക്കാൻ പറഞ്ഞപ്പോൾ മോള് പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് ഈ മോളുടെ കരണം അടിച്ച് പൊളിച്ച് ആ കള്ള പൂജാരി. അങ്ങനെ ഈ മോളുടെ ശരീരമൊക്കെ മുറിഞ്ഞിട്ട് മോള് കരഞ്ഞും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. അപ്പോൾ ഈ മുരാരി എന്ന് പറയുന്ന കള്ള നാറി ഈ മോളുടെ പുറകെ പോയിട്ട് അമ്മയുടെ അടുത്തൊക്കെ പറയാണ്, മോളെ നേകത്ത് തൊടല്ലേ, മോളെ നേകത്ത് തൊട്ട് കഴിഞ്ഞാൽ മോളെ ശരീരത്തിലുള്ള ബാധ നിങ്ങളുടെ ശരീരത്തിലേക്കും പ്രവേശിക്കുമെന്ന് പറഞ്ഞ് അമ്മയെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അവസാനം ഈ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോൾ ഈ കള്ള നാറി പുറകിൽ കൂടെ ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. ഈ കള്ള പൂജാരി നാറിയെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവൻ്റെ തുണിയൊക്കെ അഴിച്ചിട്ട് ഇവൻ്റെ നേഹം മൊത്തം എണ്ണയും മറ്റേ മുളക് പൊടിയൊക്കെ തേച്ച് എണ്ണയിൽ വറുത്തെടുക്കണം, എങ്കിലേ ഇവൻ്റെ കടി മാറുകയുള്ളൂ. ഇവൻ്റെയൊക്കെ തരിപ്പുകൾ അതോടെ തീരും. ഈ സമൂഹത്തിലെ പെൺകുട്ടികളൊക്കെ പീഡിപ്പിക്കുന്ന എല്ലാ നാറികൾക്കും ഇതൊരു പാഠമായിരിക്കണം. എല്ലാ പെൺകുട്ടികളുടെ അറിവിലേക്ക് മക്കളെ നിങ്ങളെല്ലാം സൂക്ഷിച്ച് നടക്കണം. ഈ സമൂഹത്തിൽ മൊത്തം ഇതേപോലത്തെ നാറികളാണ് ഉള്ളത്.